ഉമ്മാൻ്റെ അനിയത്തി വിളിച്ചിട്ട് ഒന്ന് തിക്കോടിക്ക് വന്ന് അങ്ങനെയെല്ലാം കൂടി വീടിൻ്റെ വാതിലൊക്കെ പൂട്ടുകയും ചെയ്തിട്ട് ഞാൻ എന്താക്കാണ് നേരെ മൂപ്പർ വിളിച്ചതിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകട്ടോ. പോകുന്ന സമയത്ത് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചവിട്ടി. എല്ലാവരും ചവിട്ടുന്ന മാതിരി തന്നെ ഞാൻ എൻ്റെ കാലം കൊണ്ട് തന്നെ അങ്ങ് ചവിട്ടിട്ടോ. അങ്ങനെ ചാവിട്ട് കഴിഞ്ഞാൽ തന്നെ ഉണ്ട് പിന്നെയും വിളിക്കുന്നത്. അല്ല നീ പോകുന്നില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി മേലുള്ള വന്നുകൊണ്ടിരിക്കുകയെന്ന്. ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നീന്തിയിട്ട് പോകുന്ന സമയത്തുണ്ട് നമ്മൾ ശ്രീധരേട്ടനുണ്ട് നല്ല അടിപൊളിയിൽ വെയിലുള്ള സമയത്ത് തന്നെ കുടയും ചൂടിയിട്ട് പോകുന്നു. മഴക്കാലം കുട ചൂടില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടി കേട്ടോ. അങ്ങനെ പോകുന്നവരുണ്ട് അണ്ണാച്ചിക്കാരനുണ്ട് സാധനമൊക്കെ എടുത്തിട്ട് പോകുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇത് ഏടെ ഇവിടെ നല്ല വിളിക്കുന്നുണ്ടേന്ന്. അങ്ങനെ ടൗണിലെത്തിയിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മോനെ ഓട്ടോറിക്ഷൻ്റെ സൈഡിൽ കൂടി അതാണ് നടന്ന് വരുന്നത്. എന്നോട് ചെല്ലാം എന്താ പരിപാടി എന്ന്. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്കൊരു പണിയില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പണിയില്ലാത്തതിനെ കൊണ്ടല്ല ഈ ഒരു വീഡിയോ എടുത്തതെന്ന്. അങ്ങനെയെല്ലാം കൂടി ക്യാമറേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് നോക്കിച്ച് അവിടെ തന്നെ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് വണ്ടി മര്യാദയ്ക്കോട്ട് അല്ലെങ്കിൽ താഴെ ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല നമുക്ക് പോകാമെന്ന്. അങ്ങനെയെല്ലാം കൂടി പോകുന്ന സമയത്താണ് അങ്ങോട്ട് പോകുന്നേരം കണ്ട അണ്ണാച്ചിക്കാരൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുറേ പഴയ സാധനം ഉണ്ടൊക്കെ ഓൻ്റെ അടുത്ത് കൊടുത്താൽ മതി 2-3 ബക്കറ്റൊക്കെ അങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞു ബക്കറ്റൊക്കെ പിന്നെ വാങ്ങിയത് കണ്ടോ നമ്മളെ പുതിയ കുളങ്ങര എത്തി. പുതിയ കുളങ്ങര അടുത്ത് നല്ല അടിപൊളി ഒരു കുളമുണ്ട്. ഇവിടുന്ന് ആരെയും കുളിക്കാനൊന്നും സമ്മതിക്കില്ല എന്ന്. അങ്ങനെയെല്ലാം കൂടി കുളം കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പൂവല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി എന്താക്കാണ് നേരെ പുറക്കാടുള്ള ഞാൻ വീട്ടിലേക്ക് പോകട്ടോ. പെങ്ങളെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു രക്ഷയില്ല. അവിടെ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് നമ്മൾ പഠിച്ച സ്കൂൾ നമ്മളെ ചിങ്ങവരം തന്നെ. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അരിയത്ത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന്. ഇത് നമ്മൾ പഠിച്ച സ്കൂളെന്ന് പറയാൻ പറ്റില്ല, കളിച്ച് വളർന്ന സ്കൂളിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എത്തൂലല്ല. അങ്ങനെയെല്ലാം കൂടി അമ്പലത്തിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മൾ സാധാരണ കുളിക്കാൻ പോകുന്ന അമ്പലമാണ്. നിങ്ങൾ അധികം വീഡിയോയും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആൾക്കാർ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാർ വന്ന് നടന്ന് കുളിക്കൂട്ടാ. അങ്ങനെയെല്ലാം കൂടി നമ്മളെ വീട്ടിലെത്തി തേങ്ങ പെറുക്കാൻ വേണ്ടിയിട്ട് ആരെ ഇപ്പം പെറുക്കാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കുത്തിരിക്കുക. മൂപ്പർ വറുതൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുകയാണല്ലോ. ഞാൻ നേരെ എന്താക്കി പറമ്പിലും കയറി. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊതുക് വല്ലാണ്ട് ശല്യം ചെയ്യുന്നുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം കൊതുവിനെ കൗൺസിൽ ചെയ്തിട്ട് എന്താക്കാൻ പറ്റില്ല, നേരാക്കാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ പറമ്പിൽ കൂടി ഇങ്ങനെ തപ്പി പോകുന്ന സമയത്തുണ്ട് വർത്താനത്തിലൊരു തപ്പൽ. പിന്നെ എന്ത് കിട്ടിയേക്ക് നല്ല അടിപൊളി ഒരു തേങ്ങ കിട്ടിയേക്ക്. പൊങ്ങുണ്ടാവും അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഉരിച്ച് പൊങ്ങ് നിന്നാലോ. അങ്ങനെ ഞാൻ എന്താക്കി കൂട്ടിയിട്ട തെങ്ങാട്ടോ. തേങ്ങ കേട്ടോ. അങ്ങനെ എൻ്റെ ബൈക്കുമാണിത്. ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് ഒരിക്കുകയാണ് ഗെയ്സ്. കഷ്ടപ്പെട്ട് കണ്ടോ ഇത്രയും തേങ്ങ ഞാൻ ഒറ്റക്ക് ഒരിച്ച്. നിങ്ങൾ വിചാരിക്കും വീഡിയോ എടുക്കാൻ മാത്രം ഞാനൊരു തേങ്ങ മാത്രമേ ഒരിച്ചിട്ടുള്ളൂ എന്ന്. ഒരിക്കലല്ലോ കേട്ടോ. എല്ലാ തേങ്ങയും അവിടെ നിന്ന് തേങ്ങ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടുന്നത്. അങ്ങനെയെല്ലാം കൂടി ഞാൻ എന്തൊക്കെയാണ് ഉരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉരിക്കുന്ന തേങ്ങയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത് പൊട്ടിച്ച് നോക്കുന്ന നേരം ഗെയ്സ് ഒന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഉരിച്ച തേങ്ങ അത് മാത്രമായിരുന്നു. പിന്നെ ഞാൻ പൊങ്ങെടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഉരിച്ച്. ഇതിൻ്റെ കോലും ഇങ്ങനെ തന്നെ. ഞാൻ ഉരിക്കുന്നതൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ. പിന്നെ അതാ വീണ്ടും ചാക്കിലേക്ക് എടുത്തിടുകയാണ് ഗെയ്സ്. ചാക്കിലൊക്കെ എല്ലാ തേങ്ങ എടുത്തിട്ട് ഒരു ബൈക്കായി. ഇതൊക്കെ ഉരിച്ചത് ഞാനാന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കണേ. അല്ലാണ്ട് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഉരിച്ചതല്ല. ഇതൊക്കെ ഞാനാണ് ഉരിച്ചത്. ഇപ്പോൾ ചാക്കിലേക്ക് ഇടുകയും കാരണം എന്ന് വെച്ചുകൊണ്ട് നല്ല മയക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളെന്താക്കിയത് ചാക്കിലേക്ക് എടുത്തിട്ടത്. എന്നോട് എണ്ണാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ എണ്ണീക്കില്ല കേട്ടോ. എന്താ വെച്ചുകൊണ്ട് എന്തായാലും വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. ഇതെന്തെന്നാ എന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ ഉരിച്ച എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കില്ലേ ഞാനെല്ലാം ഉരിച്ചതെന്ന്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉരിച്ചതിനെ കൊണ്ടാട്ടോ. അത് മനസ്സിലാക്കണം. അപ്പം തന്നെ നമ്മളെന്താക്കി പൊങ്ങിൻ്റെ ഇതിങ്ങ് പൊട്ടിച്ച് പൊങ്ങ് ഇനി അത് തിന്നാൻ പറഞ്ഞിട്ട് അതങ്ങോട്ട് വെച്ച്. പിന്നെ ഒരു കാര്യം നല്ല മഴ അതുകൊടുത്ത് അങ്ങോട്ട് മാറിയെന്ന് ഒരാളതാ മഴ കഴിഞ്ഞെന്ന് പറഞ്ഞ് പോകുന്നു. ഉരിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അതാ ഉരിക്കുന്ന. ഞാൻ പറഞ്ഞു മതി ഉരിച്ച് ബാക്കി നമുക്ക് പിന്നെ എന്തെങ്കിലും ആക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ചാക്കിലുള്ള ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ വണ്ടിയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ പറമ്പ് അത്രയും മോശമായിട്ട് കൊണ്ടു നടന്ന ഇവർക്ക് ഏറ്റവും വലിയ താങ്ക്സും പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നു. ബൈ. ഇത് കണ്ട കൈമലൊക്കെ ഉണ്ട് തേങ്ങ. ഇത് ബൈ.